ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ശാലിനി പറഞ്ഞ ശരി തന്നെയാ. ഒന്നിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് പരിഹരിക്കാനുള്ള ഓട്ടത്തിൽ ഞാൻ ശാലിനി ബോധപൂർവം മറക്കുന്നതല്ല, ബോധപൂർവം മറക്കപ്പെടുന്നു. അതെന്റെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ശാലിനിയുടെ കാഴ്ചപ്പാടിൽ അത് തെറ്റ് തന്നെയാ. മക്കളെ കിട്ടി, പക്ഷെ അമ്മയുടെ മുമ്പിൽ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞ് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴും അമ്മയ്ക്ക് മുമ്പിൽ പപ്പി രോഹിത്തിന്റെ ശ്യാമയുടെ മകളാ. പപ്പിക്ക് പോലും അറിയില്ല ഞാനും ശാലിനിയാണ് പപ്പിയുടെ അച്ഛനും അമ്മയെന്ന്. സത്യം മോളായിട്ട് കിട്ടി, പക്ഷെ സത്യയ്ക്കും അറിയില്ലല്ലോ ഞാൻ അവളുടെ അച്ഛനാണെന്ന്. ഞാൻ എന്തൊക്കെ സ്നേഹം കാണിച്ചാലും അത് അവളുടെ ബിഗ് ഫ്രണ്ട് കാണിക്കുന്ന സ്നേഹമായിട്ടല്ലേ അവൾക്ക് തോന്നും. ഇതെല്ലാം പരിഹരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം. ശാലിനിയും മക്കളും ഞാനും അടങ്ങുന്ന ഒരു ലോകം. അത് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഞാൻ തന്നെയാ, ഞാൻ മാത്രം. ബിഗ് ഫ്രണ്ടിന്റെ അച്ഛനാണല്ലേ? മോളോട് പിതാരാ പറഞ്ഞ? അമ്മ എല്ലാം പറഞ്ഞു. എന്നിട്ട് മോൾക്ക് സന്തോഷായോ? ഞാൻ പലവട്ടം മനസ്സിൽ ആഗ്രഹിച്ചതാ അമ്മ എന്നോട് പറഞ്ഞത്. എന്താ മോൾ ആഗ്രഹിച്ചേ? വിഷ്ണു അച്ഛൻ എന്റെ അടുത്ത് വരുമ്പോ, എന്നോട് സംസാരിക്കുമ്പോ, അച്ഛനില്ലാത്ത കുട്ടിയെന്നും പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കുമ്പോ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വിഷ്ണു അച്ഛനെ ശരിക്കും എന്റെ അച്ഛനാക്കി തരാൻ പറ്റുമോന്ന്.